തിരുവനന്തപുരം PMGയിലെ TVS ഷോറൂമിൽ ഉണ്ടായ തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടമുണ്ടായി. 3 മണിക്കൂറിലധികം എടുത്താണ് അഗ്നിരക്ഷാസേന തീ കെടുത്തിയത്. പുതിയ സ്കൂട്ടറുകളും വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകളും ഒക്കെ കത്തിനശിച്ചു. തിരുവനന്തപുരം PMGയിലുള്ള TVS ഷോറൂമിന്റെ സെക്യൂരിറ്റി ജീവനക്കാരൻ ആശങ്കയോടെ കണ്ട കാഴ്ചയാണിത്. പുലർച്ചെ 4 മണിയോടെ എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം, പിന്നാലെ തീ. വലിയ ശബ്ദം ഉണ്ടായിരുന്നു, പൊട്ടിത്തെറിയായിരുന്നു. കൊടുക്കാൻ പിന്നെ ആടി കത്തുന്ന പിന്നെ ഇത് മിന്നൽ കേട്ട് തീയിട അത് കേട്ടാണ്. പിന്നെ എനിക്ക് മൊബൈൽ എടുക്കാണ്, പിന്നെ ചാവി എടുത്ത് കയറ്റി ഉറക്കാനാവത്തില്ലായിരുന്നു. ഞാൻ കയറ്റി കയറി ചാടിയാണ് പള്ളിയിലത്തെ സെക്യൂരിറ്റിയുടെ പിന്നെ പൂട്ടിയിട്ടിരുന്ന കാറ്റിലിട്ട് തട്ടിയത്. തിരുവനന്തപുരം, ചാക്ക, വിഴിഞ്ഞം, നെടുമങ്ങാട് എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാ സേനയുടെ യൂണിറ്റുകളെത്തി. ജനൽ ചില്ലുകൾ പൊട്ടിച്ചാണ് തീ കെടുത്താനുള്ള ശ്രമം തുടങ്ങിയത്. ഷോറൂമിന് മുന്നിലുണ്ടായിരുന്ന 50-ലധികം ഇരുചക്ര വാഹനങ്ങൾ സമീപത്തെ പള്ളിമുറ്റത്തേക്ക് മാറ്റി. ഷോറൂമിനുള്ളിലുണ്ടായിരുന്ന സ്കൂട്ടറുകളും മറ്റു ഉപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. ആദ്യം താഴെ ഫയർ ഉണ്ടായതിനു ശേഷം മുകളിലാണ് വലിയ സ്ഫോടനത്തോടുള്ള ഒരു ഫയർ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പം അത് ഫ്യൂവലിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. പിന്നെ അത് ഷോർട്ട് സർക്യൂട്ടാണോ, വേറെ ഏതെങ്കിലും രീതിയിലാണോ, വേറെ എന്തെങ്കിലും മാർഗത്തിലാണോ ഈ ഫയർ ഉണ്ടായതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് സ്പേസിനെ മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്തിരുന്നു. അതുകൊണ്ട് റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ ശ്രമകരമായിരുന്നു. അപകടം പറ്റാനുള്ള സാധ്യതകളുണ്ടായി. ഉപഭോക്താക്കൾ സർവീസിന് നൽകിയ സ്കൂട്ടറുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് സൂക്ഷിച്ചിരുന്ന 1-ാം നിലയിലാണ് കൂടുതൽ നാശനഷ്ടങ്ങളുള്ളത്. ഷോർട്ട് സർക്യൂട്ട് തീപിടുത്തത്തിന് കാരണമായി എന്നാണ് പ്രാഥമിക നിഗമനം. ഷോറൂമിനുള്ളിൽ അനുവദനീയമായ സാധനങ്ങളാണോ സൂക്ഷിച്ചതെന്ന് പരിശോധിക്കും. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് ഷോറൂമിലെ ജീവനക്കാർ പ്രതികരിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.